നമുക്ക് വേണ്ടി മറ്റാരും ഈ ചരിത്രാംശങ്ങളെ നമ്മുടെ മക്കൾക്ക്, പേരക്കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ ആരും ഉണ്ടാവില്ല എന്ന യാഥാർത്ഥ്യത്തിൽ നിന്നാണോ നമുക്ക് കിട്ടുന്ന ജീവിതത്തിന്റെ ഇത്തിരി നിമിഷങ്ങളിലെങ്കിലും നാം പോരാടിയതും നാം നേടിയെടുത്തതും നാം സമ്പാദിച്ചതും നാം പകർന്നു കൊടുത്തതും നാം നേടി പുതിയ തലമുറയെ സ്വന്തം ചിറകിന്റെ ബലത്തിൽ പറന്നുയരാൻ പര്യാപ്തമാക്കിയതിന്റെയും എല്ലാം നിണം പകരുന്ന കഥകളെ പറഞ്ഞു കൊടുക്കാൻ നമുക്ക് ഉത്തരവാദിത്വം ഉണ്ടാകുന്നത് നമ്മൾ ജീവിച്ചു തുടങ്ങിയതുപോലെയല്ല ഇന്നത്തെ തലമുറയ്ക്ക് ജീവിക്കാൻ കഴിയുന്നത്. അവരുടെ ആത്മാഭിമാനത്തിന്റെ അകത്തളങ്ങളിൽ ഈ ചുവന്ന കൊടിയുടെ പ്രസ്ഥാനം നടത്തിയ ഇതിഹാസ തുല്യമായ പോരാട്ടത്തിന്റെ ചരിത്ര ഏടുകളുണ്ട് എന്ന വസ്തുത പറഞ്ഞു കൊടുക്കണം. ആ ഇതിഹാസ തുല്യമായ പോരാട്ടത്തിന് ഒരു നൂറ്റാണ്ടോളം കാലം നേതൃത്വം കൊടുത്ത അതിമഹാനായ ഒരു മനുഷ്യന്റെ വേർപാടിന്റെ രേഖാചിത്രങ്ങൾ നമ്മുടെ മുൻപിലുണ്ട്. അനശ്വരനായ വിപ്ലവകാരി സഖാവ് VS വേർപാടിന്റെ ചിത്രം. 102 വയസ്സ് പിന്നിട്ട വയോധികനായ ഒരു മനുഷ്യന്റെ വേർപാടിൽ ഒരു നാട് നെഞ്ചലച്ച് കരയുന്നതും ഒപ്പം നടക്കുന്നതും ഓടുന്നതും കണ്ണീർ വാർക്കുന്നതും, ഞങ്ങളെ അനാഥരാക്കി എങ്ങനെയാണ് സഖാവിന് പോകാനാകുന്നത് എന്ന് ചോദ്യം അന്തരീക്ഷത്തിലേക്ക് ഉയർത്തുന്നതും, പ്രിയപ്പെട്ട സഖാവ് VS മരണമില്ലെന്ന് പ്രഖ്യാപിക്കുന്നു, അമരത്വം പ്രഖ്യാപിച്ച് ഞങ്ങൾക്കിടയിൽ വെച്ചതുമെല്ലാം അതിലേറിയ പങ്കും പുതിയ തലമുറയായിരുന്നു. ഒപ്പമോടിയവർ, ഒപ്പം നടന്നവർ, മുദ്രാവാക്യം നെഞ്ചുലച്ച് വിളിച്ചവർ, കണ്ണീർ വാർത്തവർ, കഥകൾ പരസ്പരം പറഞ്ഞു വെച്ചവർ, കോരിച്ചൊരിയുന്ന മഴയത്തും ഒരിഞ്ച് പതറി മാറാതെ ഒറ്റ മനുഷ്യനെ പോലെ ഒരു നാട് മുഴുവൻ സഖാവ് VS അന്ത്യയാത്രയോടൊപ്പം കൂടുന്ന അപ്രതീക്ഷിതവും അസാധ്യമെന്ന് നാം കണക്കാക്കുന്നതുമായ അസാധാരണമായ ഒരു യാത്രയയപ്പിന്, അന്ത്യയാത്രയ്ക്ക് ഈ നാട് സാക്ഷ്യം വഹിച്ചത് നാം കണ്ടു.